നമസ്കാരം. ഫോക്കസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് മാന്യ പ്രേക്ഷകർക്ക് സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡുകളിൽ ശ്രീ മഹാദേവൻ പിള്ള സാറിൻ്റെ അധ്യാപക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ സംസാരിച്ചത്. ഇന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ, സാഹിത്യ, സാംസ്കാരിക രംഗത്തെ പ്രവർത്തനങ്ങളും അനുഭവങ്ങളും മാന്യ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുകയാണ്. നമസ്കാരം സാറേ. സാറേ, നമ്മൾ കഴിഞ്ഞ 3 എപ്പിസോഡിലായിട്ട് സാറിൻ്റെ അധ്യാപക ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഇനിയും ഒരുപാട് മേഖലകളിൽ നമുക്ക് സംസാരിക്കാനുണ്ട്, അറിയാനുണ്ട്. അതിനു മുമ്പായിട്ട് സാറിൻ്റെ അധ്യാപക ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ നമ്മൾ പങ്കുവച്ചു, പ്രേക്ഷകരുമായിട്ട് പങ്കുവച്ചു. അതൊക്കെ പഠിക്കുകയും പാഠമാക്കേണ്ടതും ചെയ്യുന്ന കാര്യങ്ങളാണ്. അത്രയേറെ അനുഭവ സമ്പത്ത് അതിലൂടെ അടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് സാറിൻ്റെ മറ്റു പ്രവർത്തനം, രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക മേഖലകളിലെ പ്രവർത്തനങ്ങളെക്കുറിച്ചാണ്. അതിലെനിക്ക് ആദ്യം അറിയേണ്ടത്, കവിത എഴുതാൻ ഇഷ്ടമല്ലേ? ഞാൻ ചെറുപ്പം മുതലേ കവിത എഴുതാറുണ്ട്. എനിക്കൊന്ന് ഞാൻ ആദ്യം എഴുതിയ കവിത 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അത് അന്നൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എൻ്റെ അച്ഛൻ്റെ ജ്യേഷ്ഠൻ ഒരു നിയമസഭാ ഇലക്ഷൻ ഒരു കാൻഡിഡേറ്റ് ആയിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രചരണം നടത്താൻ വേണ്ടി ഞാൻ കുറച്ച് വരികൾ എഴുതി. അതാണ് ഞാൻ ആദ്യമായിട്ട് എഴുതിയത്. ഓർമ്മയുണ്ട് വരികൾ? വരികൾ കൃത്യമായിട്ട് എനിക്കിപ്പോൾ ഓർമ്മയില്ല, അന്ന് ഞാൻ രേഖപ്പെടുത്തുകയും ചെയ്തില്ല. അന്ന് പക്ഷേ ഞങ്ങൾ കുട്ടികളൊക്കെ കൂടെ അതും പാടി ഇങ്ങനെ നടക്കുമായിരുന്നു. അതാണ് ഞാൻ ആദ്യമായി എഴുതിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എഴുതി തുടങ്ങിയത് മത്സരങ്ങൾക്കാണ്. ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, സ്കൂൾ തലത്തിൽ 7ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മലയാള അധ്യാപകൻ എന്നോട് കവിതാ രചന, കഥാരചന, കവിതാ പാരായണം, അതായത് കഥനം എന്ന് പറയും, റെസിറ്റേഷൻ, പ്രസംഗം, ഇതിന് ഇത്രയും പങ്കെടുക്കാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആദ്യം കേട്ടപ്പോൾ ഒത്തിരി അമ്പരന്നു. അപ്പോൾ പറഞ്ഞു, നീ ധൈര്യമായിട്ട് പോയി പങ്കെടുത്തോളൂ, അച്ഛൻ പ്രസംഗിക്കുന്നതൊക്കെ കേട്ടിട്ടില്ലേ, അതുപോലെ അങ്ങ് പോയി പ്രസംഗിച്ചോളൂ എന്ന് പറഞ്ഞു. അച്ഛൻ പ്രസംഗിക്കുമായിരുന്നു. അച്ഛന് ഒരു ഇത്തിരി തീപ്പൊരി സ്റ്റൈലായിരുന്നു എന്ന് മാത്രം. ശാന്തമായിട്ടല്ല അച്ഛൻ പ്രസംഗിച്ചിരുന്നത്. പക്ഷെ ഞാൻ ആ സ്റ്റൈലല്ല അഡോപ്റ്റ് ചെയ്തത്. അദ്ദേഹം എന്ത് സബ്ജക്റ്റിനെ കുറിച്ചാണ്? രാഷ്ട്രീയത്തിലുള്ള അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവമായിരുന്നു. പിന്നെ ഹൈസ്കൂൾ ഹെഡ് മാസ്റ്റർ ആയിരുന്നു, ഹൈസ്കൂൾ അധ്യാപകനുമായിരുന്നു. അപ്പോൾ അദ്ദേഹം രാഷ്ട്രീയത്തിൽ സജീവം ഉണ്ടായിരുന്നു. ചൂടൻ പ്രസംഗങ്ങളാണ്, അങ്ങനെയുള്ള പ്രസംഗങ്ങളായിരുന്നു. പക്ഷെ ഞാൻ ആ രീതിയിലല്ല പോയത്. അപ്പോൾ ആദ്യം പ്രസംഗിക്കാൻ പറഞ്ഞപ്പോൾ ഞാൻ സ്റ്റേജിൽ പോയി പ്രസംഗിച്ചു. കവിത ചൊല്ലി, കവിത എഴുതി, കഥ എഴുതി, ഒരു സമ്മാനവും കിട്ടിയില്ല. അത് അന്ന് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ ഞാൻ വിചാരിച്ചു, ഇനി അത് പറ്റില്ല, അടുത്ത കൊല്ലം ഞാൻ തന്നെ പേര് കൊടുത്ത് ചേർന്നു. ആദ്യത്തെ വർഷം എൻ്റെ പേര് നിർബന്ധി ചേർത്താണ്. അടുത്ത വർഷം ഞാൻ പേര് ചേർത്തു. 2ാം സമ്മാനങ്ങൾ 2-3 കിട്ടി. പക്ഷേ 8ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ ഈ സമ്മാനങ്ങളൊന്നും ഞാൻ വേറെ ആർക്കും കൊടുത്തിട്ടില്ല. കവിതരചനയാണെങ്കിലും കഥാരചനയാണെങ്കിലും ആർക്കും വിട്ടുകൊടുത്തില്ല. എന്നാൽ എനിക്ക് ഒരു ബുദ്ധിമുട്ട് വന്നത്, ഈ ശാസ്ത്രീയ സംഗീതം പഠിക്കുന്ന കുട്ടികളുണ്ടായിരുന്നു. അപ്പോൾ ഈ കവിതാ പാരായണത്തിന്, കഥനത്തിന് പോകുമ്പോൾ അവർ നല്ല സംഗീത മധുരമായിട്ട് പാടും. അപ്പോൾ അതിന് ഞാനൊരു ഷോർട്ട് കട്ട് കണ്ടെത്തി. ഞാൻ ഈ കവിത അവതരിപ്പിക്കുന്നതിന് മുമ്പ് കുറേ സാഹിത്യ വാചകങ്ങൾ ആദ്യം പറയും. അപ്പോൾ ഈ ജഡ്ജസ് പ്രസംഗം പോലെ. അപ്പോൾ ജഡ്ജസ് ഭയങ്കര ഇമ്പ്രസ്ഡ് ആവും. ഇയാൾ ഇതിൻ്റെ അർത്ഥങ്ങളൊക്കെ പഠിച്ച്, അർത്ഥമൊക്കെ ഞാൻ നന്നായി പഠിച്ചിട്ടേ പോകും എന്ന് മാത്രമല്ല, അർത്ഥം വ്യക്തമാകുന്ന രീതിയിൽ ഞാൻ സംഗീതത്തിന് പ്രാധാന്യം കൊടുത്തില്ല. അന്ന് എനിക്ക് അന്നും ഇന്നും പാടാൻ അറിയില്ല. എൻ്റെ കവിതകളൊക്കെ പാടുന്ന മറ്റുള്ളവരാണ്, എൻ്റെ മക്കളോ. അല്ലെങ്കിൽ കവിത ഞാൻ കവിത ചൊല്ലാറില്ല. കാരണം എനിക്ക് സംഗീതം ഞാൻ പഠിച്ചിട്ടില്ല. പക്ഷേ ഞാൻ വൃത്തത്തിൽ എഴുതും. അപ്പോൾ വൃത്തത്തിൽ എഴുതുന്നതുകൊണ്ട്, അത് മലയാളത്തിലാണെങ്കിൽ വൃത്തത്തിൽ എഴുതും, ഇംഗ്ലീഷിലാണെങ്കിൽ ഞാൻ റൈമിംഗ് ആയിട്ട് എഴുതും. അതുകൊണ്ട് അത് പാടാൻ കഴിയും. നന്നായി സംഗീതം അറിയുന്നവർക്ക്, നല്ല സംഗീതജ്ഞർ പലരും എൻ്റെ കവിതകൾ പാടിയിട്ടുണ്ട്. അവർക്ക് പാടാൻ കഴിയും അത്. കാരണം അത് വൃത്തത്തിൽ നമ്മൾ എഴുതുമ്പോൾ അറിയാതെ അതിൽ സംഗീതത്തിൻ്റെ അംശം വന്നു പോകും. അങ്ങനെ വരുന്നതാണ്. പിന്നെ കവിത, ആദ്യകാലം ഞാൻ എഴുതിയ കവിത എല്ലാം കൂടി, ഇപ്പോൾ സ്കൂൾ തലത്തിൽ, കോളേജ് തലത്തിലൊക്കെ സമ്മാനാർഹമായ കവിതകൾ, അതുകൂടാതെ ചില ആനുകാലികങ്ങൾ എഴുതിയ കവിതകൾ, ഇതെല്ലാം കൂടെ 1990 കവിതാ പുസ്തകമായിട്ട് പ്രസിദ്ധീകരിക്കേണ്ടായി. അത് ഒളപ്പമണ്ണയുടെ ഒരു നിർദ്ദേശം അനുസരിച്ചാണത്. മഹാവി ഒളപ്പമണ്ണ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുമായിരുന്നു. അദ്ദേഹം പാലക്കാട് ചുണ്ണാമ്പുതറ എന്ന് പറഞ്ഞ സ്ഥലത്താണ് താമസിച്ചിരുന്നത്, ജേനിമേട് എന്ന് പറയുന്ന സ്ഥലം. അപ്പോൾ അവിടെ പോകുമ്പോൾ ഒരു ദിവസം ഇങ്ങനെ സാഹിത്യകാര്യങ്ങൾ ചർച്ച ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പറഞ്ഞു, എൻ്റെ കയ്യിൽ കുറേ കവിതകളുണ്ട്, ഞാൻ പ്രസിദ്ധീകരിക്കണം എന്ന് പറഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇതാണ് ഞാൻ എഴുതിയ, മത്സരങ്ങൾക്ക് എഴുതി മത്സരത്തിൽ സമ്മാനം കിട്ടിയ കവിതകളുണ്ട്, ആനുകാലികങ്ങളിൽ കൊടുത്തുകൊണ്ട് ഒരു 10-30 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞു. എന്നാൽ പിന്നെന്താ പ്രസിദ്ധീകരിക്കാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യാം, ഞാനത് കൊണ്ടു തന്നെ എനിക്കൊരു അവതാരിക എഴുതി തരുമോ എന്ന് ചോദിച്ചു. അദ്ദേഹം അറിയപ്പെടുന്ന കവിയാണല്ലോ.
കേരളത്തിലെ ഏറ്റവും മികച്ച കവികളിൽ ഒരാളായിരുന്നു അത്. അപ്പോൾ എഴുതി തരാമെന്ന് പറഞ്ഞു. അത് അദ്ദേഹത്തിന് കൊടുത്തു. 1 മാസം കൊണ്ട് അദ്ദേഹം അതിൻ്റെ അവതാരിക വൃത്തിയായിട്ട് ഭംഗിയായിട്ട് എനിക്ക് എഴുതി തന്നു. ഷോർട്ടാണെങ്കിലും നല്ലൊരു അവതാരികയായിരുന്നു. ഞാനത് പ്രസിദ്ധീകരിച്ചു. അങ്ങനെയാണ് എൻ്റെ കവിതാ പുസ്തകം വന്നത്. പിന്നെ ആദ്യത്തെ പുസ്തകത്തിന് ഒളപ്പമണ്ണയോടെയാണ് കടപ്പാട്, അദ്ദേഹത്തിൻ്റെ ഒരു പ്രേരണ. എൻ്റെ ആദ്യത്തെ സാഹിത്യ പുസ്തകത്തിനെന്ന് പറയാം. എൻ്റെ ആദ്യത്തെ പുസ്തകം അതല്ല. ആദ്യത്തെ പുസ്തകം ഞാൻ 22 വയസ്സുള്ളപ്പോൾ എനിക്കൊരു പുസ്തകം എഴുതേണ്ടി വന്നു. ഞാനന്ന് എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനായിട്ട് ജസ്റ്റ് കയറിയിട്ടേ ഉള്ളൂ. 1983 ബിടെക് കഴിഞ്ഞ ഉടനെ 83 ജോലി കയറി കഴിഞ്ഞപ്പോൾ ഒരു പരബ്രഹ്മോദയം പബ്ലിക്കേഷൻസ്, അവർ തിരുവനന്തപുരവും കായംകുളം ആയിരുന്നു അവർക്ക് ബുക്ക് ഡെപ്പോകളുണ്ടായിരുന്നത്. അതിൻ്റെ ഉടമസ്ഥൻ എൻ്റെ അച്ഛൻ്റെ ഒപ്പം സ്കൂളിൽ വർക്ക് ചെയ്തിരുന്ന ഒരു അധ്യാപകനായിരുന്നു. അദ്ദേഹമാണ് ഈ ബുക്ക് സ്റ്റോൾ നടത്തിക്കൊണ്ടിരുന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു പുസ്തകം എഴുതി തരണം, മോനോടൊന്ന് ചോദിക്കുമെന്ന് പറഞ്ഞു. അപ്പം എനിക്കിങ്ങനെയുള്ള ചില വാസനകളുണ്ടെന്ന് അറിഞ്ഞിട്ടാണോ എന്നറിയില്ല. അപ്പോൾ അച്ഛൻ വന്ന് ചോദിച്ചു, ഒരു പുസ്തകം എഴുതി കൊടുത്തുകൂടെ? അപ്പം ഞാൻ പറഞ്ഞു, എഴുതി കൊടുക്കാമല്ലോ, കാരണം എൻ്റെ ഫ്രീ ടൈമിൽ ഞാൻ എഴുതി കൊടുക്കാമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അത് എഴുതി കൊടുക്കേണ്ടത് സോഷ്യൽ സ്റ്റഡീസ് പുസ്തകമാണ്. അന്ന് ഈ NCVT സിലബസിൽ മലയാളത്തിൽ പരീക്ഷ എഴുതാൻ അനുമതി വന്നു ആ വർഷം. പക്ഷേ മലയാളത്തിൽ പുസ്തകങ്ങളില്ല. അപ്പോൾ മലയാളത്തിലൊരു പുസ്തകമാണ് സോഷ്യൽ സ്റ്റഡീസിൽ. അപ്പോൾ എനിക്കതൊരു പരീക്ഷണമായിരുന്നു. കാരണം ഞാൻ അതുവരെ ചർച്ച ചെയ്തിട്ടില്ലാത്ത പല വിഷയങ്ങളും, അതൊരു അവിയൽ സബ്ജക്റ്റായിരുന്നു. എൻജിനീയറിംഗ് വിഷയങ്ങളുണ്ട്, മെഡിക്കൽ വിഷയങ്ങളുണ്ട്, സാമൂഹിക വിഷയങ്ങളുണ്ട്. ഓരോ ചാപ്റ്ററും ഓരോരോ വിഷയങ്ങളുണ്ട്. അന്ന് ഈ ഇൻ്റർനെറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് റെഫറൻസ് ഒന്നും പറ്റില്ല. അപ്പോൾ ഞാൻ പിന്നെ പലരോടെയും ചോദിച്ച് ലൈബ്രറികളിലെ ബുക്കുകൾ റെഫർ ചെയ്തിട്ടൊക്കെ എഴുതേണ്ടി വന്നു. ആ പുസ്തകം അത് അവർക്ക് പബ്ലിഷ് ചെയ്യാൻ അവർക്ക് റൈറ്റോടുകൂടി കൊടുത്തു. അവരത് പല എഡിഷൻസ് പബ്ലിഷ് ചെയ്തു. എൻ്റെ ഒരു കണക്കിൽ ഒരു 1.5 ലക്ഷം കോപ്പികൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ വർഷം അത് 6ാം ക്ലാസ്സിൽ പാഠപുസ്തകമായിട്ടുണ്ട്. അത് ITIക്കായിരുന്നു, NCVTക്കാണ്, 6ാം ക്ലാസ്സിലല്ല. അതേതാണ്ട് 10-15 വർഷത്തോളം ആ പുസ്തകത്തിന് പകരം വേറൊരു പുസ്തകം ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞ് പിന്നെ വേറെ പുസ്തകങ്ങളൊക്കെ മാർക്കറ്റിൽ വന്നു എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞത്. പിന്നെ അതിൻ്റെ റോയാലിറ്റിയും അത് ഞാൻ ഇടപെട്ടില്ല. അത് അച്ഛനും അദ്ദേഹവും. എന്തായിരുന്നു പേര്? അതിന് സോഷ്യൽ സ്റ്റഡീസ് എന്നായിരുന്നു പേര്. അതാണ് എൻ്റെ ആദ്യത്തെ പുസ്തകം. പിന്നെ രണ്ടാമത്തെ എൻ്റെ പുസ്തകം ഞാൻ ഈ കവിത 1990 പ്രസിദ്ധീകരിച്ച ഈ കവിതാ പുസ്തകമാണ്. പിന്നെ പ്രസിദ്ധീകരിച്ചത് ഒരു ഇൻഫർമേഷൻ ടെക്നോളജിയെക്കുറിച്ച് മലയാളത്തിലുള്ളൊരു പുസ്തകം ആദ്യമായിട്ട് ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ചപ്പോൾ അതിൽ ചില ചാപ്റ്റേഴ്സാണ് അത് 90-ന് ശേഷമാണ്, 94-95 ആണെന്ന് തോന്നുന്നു. അതിൽ കുറച്ച് ചാപ്റ്റേഴ്സ് എഴുതി കൊടുക്കേണ്ടി വന്നു. അത് പക്ഷേ എൻ്റെ മാത്രമല്ല, മറ്റ് പലരുടെ ഉണ്ട്. അത് കഴിഞ്ഞ് 96-97 പീരീഡിലാണ് എൻ്റെ അടുത്ത പുസ്തകം വന്നത്. അതും ഒരു ആകസ്മികതയായിരുന്നു. ഞാനൊരിക്കൽ കോഴിക്കോട് NITയിൽ, അന്ന് REC ആണ്, പരീക്ഷ നടത്തിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ കാഷ്വലായിട്ട് അവിടെ എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന അവിടുത്തെ ഡിപ്പാർട്ട്മെൻറ്റ് ഹെഡിൻ്റെ അടുത്ത് സൂചിപ്പിക്കുകയുണ്ടായി, ഈ പ്രിൻസിപ്പിൾസ് ഓഫ് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു വിഷയമുണ്ട്, അതിന് നല്ലൊരു പുസ്തകമില്ല. ബിടെക് വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് പഠിക്കണേ, അപ്പോൾ 8-10 പുസ്തകങ്ങളിൽ നിന്നുള്ള അംശങ്ങൾ തിരഞ്ഞു പിടിക്കണം. അന്ന് ഇൻ്റർനെറ്റ് ഇല്ലല്ലോ, ഒരൊറ്റ ബുക്കില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നാൽ ഒരു പുസ്തകമായിട്ട് നിങ്ങൾക്കൊന്ന് എഴുതിക്കൂടെ? അപ്പോൾ ഞാൻ എഞ്ചിനീയറിംഗിൽ കൂടാതെ മാനേജ്മെൻറ്റിലും ബിരുദാനന്തര ഡിപ്ലോമ ചെയ്തിട്ടുണ്ട്, PG ഡിപ്ലോമ. അപ്പോൾ അദ്ദേഹം അത് ഞാൻ യൂണിവേഴ്സിറ്റിയുടെ സ്റ്റഡി സെൻറ്ററിൽ പോയി പഠിച്ചങ്ങനെ എഴുതി പാസ്സായതാണത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഞാൻ പുസ്തകം എഴുതി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ തന്നെ പ്രസിദ്ധീകരണശാല അത് പ്രസിദ്ധീകരിച്ചു. അന്ന് എല്ലാ എഞ്ചിനീയറിംഗ് കോളേജിലും അവർ തന്നെ അത് എത്തിച്ച്, പാലക്കാട് മാത്രം ഞാനത് കുട്ടികൾക്ക് എത്തിച്ചു കൊടുക്കുമായിരുന്നു. ബാക്കിയുള്ള കോളേജുകളിൽ അവർ തന്നെ എത്തിച്ച്, NITയിൽ, RECയിലും തൃശ്ശൂർ എഞ്ചിനീയറിംഗ് കോളേജിലുമൊക്കെ അവർ തന്നെ എത്തിച്ചാണത് വിതരണം ചെയ്തിരുന്നത്. അതാണ് ഒരു പുസ്തകം ഉണ്ടായിരുന്നത്. പിന്നീട് അടുത്ത പുസ്തകം വന്നത് പ്ലാച്ചിമടയെക്കുറിച്ചുള്ളൊരു വിശദമായ പുസ്തകം. അത് ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. അടുത്ത പുസ്തകം വന്നത് ഈ എൻവയറമെൻ്റൽ ലാബ് ചെയ്യേണ്ടതെങ്ങനെ, പരിസ്ഥിതി, അതായത് അതും ഒരു പഠനത്തിൻ്റെ ഭാഗമായിട്ടാണ്. ബിടെക്കിന് എൻവയറമെൻ്റൽ എഞ്ചിനീയറിംഗ് ലാബുണ്ട്. ആ ലാബിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തെല്ലാം ശ്രദ്ധിക്കണം, അതൊരു ഹാൻഡ് ബുക്ക് പോലെയാണ്, ഹാൻഡ് ബുക്ക് ഓഫ് എൻവയറമെൻ്റൽ എഞ്ചിനീയറിംഗ് എന്നാണ്. അതാണ് അടുത്ത പുസ്തകം വന്നത്. അതിൻ്റെ അടുത്ത പുസ്തകം വന്നത് അതും പരിസ്ഥിതിപരമായിട്ടുള്ളൊരു പുസ്തകമായിരുന്നു. വാട്ടർ ടെസ്റ്റിങ്ങിനെ കുറിച്ചും മറ്റൊക്കെയുള്ളൊരു പുസ്തകമായിരുന്നു. പിന്നീട് വന്നത് ഈ പ്ലാച്ചിമട പഠനത്തോടനുബന്ധിച്ച് നടത്തിയ പിന്നീടുള്ള ജല സംരക്ഷണ പ്രവർത്തനങ്ങളെല്ലാം കൂടെ ചേർത്തുകൊണ്ട് എല്ലാം കൂടെ ചേർത്ത് ജലചൂഷണത്തെക്കുറിച്ചൊക്കെ ചേർത്തുകൊണ്ടാണ് അടുത്ത പുസ്തകം വന്നത്. എൻ്റെ 11ാമത്തെ പുസ്തകം ഇപ്പോൾ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്, പ്രസിദ്ധീകരിച്ചിട്ടില്ല. അത് ദി കണ്ടംപററി വ്യൂസ് ഓഫ് ആൻ എഞ്ചിനീയറിംഗ് പ്രൊഫസർ എന്നാണ് പറഞ്ഞത്. ഇംഗ്ലീഷാണത്. ഇതിൽ ചില പുസ്തകങ്ങൾ മലയാളമായിരുന്നു. ഉദാഹരണത്തിന് ഈ സോഷ്യൽ സ്റ്റഡീസ് മലയാളമായിരുന്നു, കവിതാ പുസ്തകം മലയാളമായിരുന്നു. പിന്നെ ഇതിനിടയ്ക്ക് വേറൊരു പുസ്തകം ഞാൻ എഴുതി 91-ൽ. ഞാനന്ന് സാക്ഷരതാ മിഷൻ്റെ ജില്ലാ കോർഡിനേറ്ററായിരുന്നു.
അത് ഞാൻ ഇടയ്ക്ക് ഓർക്കുന്ന ഒരു വസ്തുവാണ്. കാരണം ഞാൻ ജില്ലാ കോർഡിനേറ്ററായിട്ട് സാരഥ്യം നടത്തുമ്പോഴാണ് പാലക്കാട് ജില്ല സമ്പൂർണ്ണ സാക്ഷരത എത്തിയത്. അപ്പോൾ സമ്പൂർണ്ണ സാക്ഷരത ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞപ്പോൾ സാക്ഷരതാ മിഷൻ ഈ നവസാക്ഷരർക്ക് വേണ്ടി പുസ്തകങ്ങൾ എഴുതണം എന്നൊരു നിർദ്ദേശം വെച്ചു. അതായത് വായിക്കാൻ അറിയാം, പക്ഷേ അത്ര കടുകട്ടി വാക്കുകൾ പാടില്ല. അപ്പോൾ അവരെന്നോട് ഒരു പുസ്തകം എഴുതാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, വീടുണ്ടാക്കുന്നതിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ, അത് ലഘു മലയാളത്തിൽ എന്ന് വെച്ചാൽ കട്ടിയായ വാക്കുകൾ ഉപയോഗിക്കാതെ ചെറിയ വാക്കുകൾ കൊണ്ട് വായിക്കത്തക്ക രീതിയിലൊരു പുസ്തകം എഴുതി. അതിന് ഞാൻ കെട്ടിട നിർമ്മാണം എന്ന് കൊടുക്കുന്നതിന് പകരം കുറച്ചുകൂടെ ആകർഷകമാക്കാൻ വേണ്ടി കുട്ടപ്പൻ്റെ വീട് എന്നാണ് അതിന് പേര് കൊടുത്തത്. അപ്പോൾ അത് സാക്ഷരതാ മിഷൻ തന്നെ ഏതാണ്ട് 40,000-50,000 കോപ്പി പ്രിൻ്റ് ചെയ്ത് എല്ലാ പഞ്ചായത്തിലും ഒരു 10-50 കോപ്പി വെച്ച് അന്ന് എത്തിച്ചിരുന്നു. സാക്ഷരതാ മിഷൻ വഴി തന്നെ എത്തിച്ചിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് പ്രധാനമായിട്ട് എൻ്റെ പുസ്തക രചനകൾ. സാറിന് പൊളിറ്റിക്സുമായിട്ട് സ്കൂളിലൊക്കെ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ ആക്റ്റീവ് പൊളിറ്റിക്സിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ കോളേജിൽ പഠിക്കുന്ന സമയത്ത് ഈ ഇടതുപക്ഷ ആശയങ്ങൾ എന്നെ വല്ലാതെ സ്വാധീനിച്ചു. ഞാൻ ഒരുപാട് വായിച്ചു. അന്ന് ഈ പ്രഭാത് ബുക്ക് ഹൗസ് പുസ്തകങ്ങൾ സൗജന്യമായിട്ട് തരുമായിരുന്നു. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഞാൻ ബിടെക് പഠിക്കുമ്പോഴത്തേക്ക് ഈ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, കമ്മ്യൂണിസം, സോഷ്യലിസം ഇതിനെക്കുറിച്ചൊക്കെയുള്ള എല്ലാ പുസ്തകങ്ങളും കഴിയാവുന്ന വായിച്ചു. പുസ്തകത്തിൻ്റെ ഒരു വലിയ ശേഖരം തന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അതൊക്കെ പലരും എടുത്തിട്ട് പോവുകയാണ് ചെയ്തത്. ഞാനൊന്നും സംരക്ഷിച്ച് വെച്ചില്ല എന്നുള്ളതാണ്. വായിക്കാൻ ചോദിക്കുന്നവർക്ക് കൊടുക്കുമായിരുന്നു. അന്ന് കാലത്ത് എനിക്ക് തോന്നുന്നു ഞാൻ ഭക്ഷണം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ പൈസ മുടക്കരുത് പുസ്തകത്തിന് വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് എന്ത് പറ്റും, ഞാൻ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനകൾ എന്നെ ക്ഷണിക്കുമായിരുന്നു ഇതിനെ സംബന്ധിച്ച് ക്ലാസ്സുകൾ എടുക്കാൻ. പക്ഷേ ആ സംഘടനാ പ്രവർത്തനത്തിൽ ചേരാൻ ഞാൻ തയ്യാറായില്ല. അത് എന്തുകൊണ്ട് തയ്യാറായില്ലെന്ന് വെച്ചാൽ ഒരു എഞ്ചിനീയറിംഗ് കോളേജ് അധ്യാപകനാകുക എന്നുള്ളത് തന്നെയായിരുന്നു എൻ്റെ താല്പര്യം. അപ്പോൾ അതുകൊണ്ട് അവിടെ തന്നെ ചേരേണ്ടി വന്നാൽ ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തനമായി കാണരുത് എന്നുള്ളതുകൊണ്ട് ഞാൻ സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നില്ല. പക്ഷേ ജോലി കയറി കഴിഞ്ഞതിന് ശേഷം ഒരു 3-4 കൊല്ലം കഴിഞ്ഞപ്പോൾ ഞാൻ ഇത്തിരി സജീവ രാഷ്ട്രീയത്തിലേക്ക് വന്നു. 2-3 NSSൽ അധ്യാപകനായിരിക്കുമ്പോൾ 2-3 ഇലക്ഷൻസിന് പ്രധാന പ്രൊപ്പഗാൻഡിസ്റ്റുകളുടെ വേഷത്തിൽ ഞാൻ വരികയുണ്ടായി. ഇപ്പോൾ ഒറ്റപ്പാലത്ത് KR നാരായണൻ ഇലക്ഷൻ എന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ദീർഘ സഞ്ചാരം ഉണ്ടായിരുന്നു പലപ്പോഴും. അതുപോലെ പാലക്കാട് ശ്രീ VS വിജയരാഘവൻ ഇലക്ഷൻ എന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒപ്പം പ്രചരണത്തിന് കാര്യമായിട്ടുണ്ടായിരുന്നു. അതുപോലെ ശ്രീ തങ്കപ്പൻ, ഇപ്പോഴത്തെ പാലക്കാട് DCC പ്രസിഡൻറ്റ്, അന്ന് അസംബ്ലി ഇലക്ഷൻ നിൽക്കുമ്പോൾ ഞങ്ങൾ ഒന്നിച്ചൊരുപാട് കരുതി യാത്ര ചെയ്തിട്ടുണ്ട്. അപ്പോൾ പക്ഷേ അത് 2004 വരെ ഞാൻ തുടർന്നുള്ളൂ. 2005 പ്രിൻസിപ്പലായി നിയമനം കിട്ടിയതോടുകൂടി പിന്നെ ഞാൻ രാഷ്ട്രീയത്തിൽ സജീവമായിട്ട് ഇടപഴകുന്നത് നിർത്തി. പക്ഷെ അതിന് മുന്നേ രാഷ്ട്രീയം വേണ്ട എന്നുള്ളൊരു തോന്നല. അതുകൊണ്ടല്ല, ഒരു സ്ഥാപന മേധാവിയായിട്ടിരിക്കുമ്പോൾ രാഷ്ട്രീയം കളിക്കാൻ പാടില്ല എന്നുള്ളത്. അതിനു മുമ്പ് ചില അസൈൻമെൻറ്റ്സ് എനിക്ക് ഉണ്ടായിരുന്നു. ഒരിക്കൽ 1-2 പത്രക്കാർ വിളിച്ചിട്ട് ഞാൻ സ്ഥാനാർത്ഥിയാണെന്ന് പേരുണ്ടെന്ന് ഒക്കെ പറയുന്നുണ്ട്. പക്ഷെ ഞാനൊന്നും കണ്ടിട്ടില്ല. അതെനിക്കൊന്ന് അവർക്ക് ആദ്യമായിട്ട് പ്രിൻസിപ്പളാവുന്നത് ഏത് സ്ഥാപനത്തിലാണ്? ഞാൻ 2005 തിരുവനന്തപുരം ശ്രീചിത്ര എഞ്ചിനീയറിംഗ് കോളേജിലാണ് പ്രിൻസിപ്പളായിട്ട് പോയത്. അന്ന് എനിക്ക് 42 വയസ്സ് പ്രായമുണ്ട്. 42 കഴിഞ്ഞ് 43 ആകുന്നു. അവിടേക്ക് പോയത് തന്നെ ഞാൻ ആവശ്യപ്പെട്ടിട്ട് പോയതല്ല, എന്നെ സർക്കാർ ആവശ്യപ്പെട്ടിട്ട് അവിടേക്ക് വിളിപ്പിക്കുകയാണ് ചെയ്തത്. അന്നത്തെ മുഖ്യമന്ത്രി NSSന് ഡെപ്യൂട്ടേഷനിലാണ് പോയത്. അത് പിന്നെ സർക്കാർ തന്നെ ആ ഡെപ്യൂട്ടേഷൻ എനിക്ക് ശരിയാക്കി തരികയാണ് ചെയ്തത്. അങ്ങനെ പോവുകയാണ് ചെയ്തത്. ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് പോയതല്ല. പക്ഷേ അതിന് മുന്നേ തന്നെ ഞാൻ കോളേജിൻ്റെ ബോർഡിലുണ്ടായിരുന്നു. എന്ന് മാത്രമല്ല ആ സർക്കാർ പല ബോർഡിലും എന്നെ അംഗമായിട്ട് നിയമിച്ചിരുന്നു. അപ്പോൾ ബോർഡുകളിലൊക്കെ അത് ഈ പൊളിറ്റിക്സിൻ്റെ ഒരു പിന്നാമ്പുറമാണത്. രാഷ്ട്രീയത്തിൽ കുറച്ച് നാൾ പ്രവർത്തിക്കുന്ന ആളുകളെ, അതുപോലെ രാഷ്ട്രീയത്തിൽ വേറൊരു പ്രവർത്തനം ഞാൻ ചെയ്യേണ്ടി വന്നു. ആദ്യമായിട്ട് ഈ 90കളുടെ ആദ്യം 91-ലോ 92-ലോ ഈ ഇലക്ഷൻ പ്രഖ്യാപിച്ചപ്പോൾ ഞാൻ ഇലക്ഷൻ ഒബ്സർവറായിരുന്നു കോൺഗ്രസിൻ്റെ. അപ്പോൾ അന്നൊരു അക്രമം അവിടെ ഉണ്ടായി. അന്ന് ജില്ലാ റിട്ടേണിംഗ് ഓഫീസറായിട്ട് വന്നത് തമിഴ്നാട്ടുകാരനായ ഒരു വ്യക്തിയായിരുന്നു. അപ്പോൾ അന്ന് അദ്ദേഹത്തെ കയ്യേറ്റം ചെയ്തു കോൺഗ്രസ് പ്രവർത്തകർ. കയ്യേറ്റം ചെയ്തപ്പോൾ സാക്ഷികളായിട്ട് അന്ന് കോടതി വന്നപ്പോൾ ഞാനും CP മുഹമ്മദുമാണ് സാക്ഷികൾ. CP മുഹമ്മദ് പിന്നീട് സജീവ രാഷ്ട്രീയത്തിലുണ്ടായിരുന്നു. ദീർഘകാലം MLA ഒക്കെ ആയിരുന്നു പട്ടാമ്പിയിൽ നിന്ന്. ഞങ്ങൾ രണ്ടുമായിരുന്നു കോടതിയിൽ. അപ്പോൾ ഈ വിചാരണ സമയത്തൊക്കെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും പലതവണ കോടതിയിൽ പോകേണ്ടി വന്നു. അതിൽ രസകരമായത് അടുത്ത തവണ സംഘടനാ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ജില്ലാ റിട്ടേണിംഗ് ഓഫീസറുടെ പോസ്റ്റ് എന്നിലേക്ക് അവരോധിക്കപ്പെട്ടു. അപ്പോൾ എനിക്കതെടുക്കുമ്പോൾ പഴയ ഓർമ്മയുണ്ടായിരുന്നു, കഴിഞ്ഞ തവണ റിട്ടേണിംഗ് ഓഫീസർ അയ്യാങ്കളിയിൽ പെട്ടു എന്നുള്ളത്. പക്ഷേ ആ റിട്ടേണിംഗ് ഓഫീസറായിട്ട് എനിക്ക് അപ്പോയിൻമെൻറ്റ് കിട്ടിയെങ്കിലും ആ ഇലക്ഷൻ ഫൈനലി നടന്നില്ല. അതിൻ്റെ ബാലറ്റ് പേപ്പറൊക്കെ കെട്ടുകണക്കിന് എൻ്റെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. ഞാൻ ജില്ലാ കോൺഗ്രസ് ഓഫീസിലേക്ക് കൊണ്ടുപോകുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന ബാലറ്റ് പേപ്പർ
എൻ്റെ വീട്ടിലൊരു മുറി നിറച്ച് ബാലറ്റ് പേപ്പർ കൊണ്ടുവെക്കേണ്ടി വന്നു. അപ്പം ഞാൻ കൂടി അറിയാതെ തിരുവനന്തപുരത്തു നിന്ന് കൊണ്ടുവന്ന ബാലറ്റ് പേപ്പർ അവർ വീട്ടിലേക്ക് എത്തിക്കുകയാണ് ചെയ്തത്. സാറിന് ഇത് പ്രസംഗിക്കാൻ ഇഷ്ടമാണല്ലേ? ഞാൻ ചെറുപ്പം തൊട്ടേ പ്രസംഗിക്കുമായിരുന്നു. ഞാൻ അന്ന് അതെന്തെങ്കിലും പർട്ടിക്കുലർ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് ഒരു സബ്ജക്റ്റ് ഞാൻ പ്രസംഗിക്കാത്ത വിഷയങ്ങളുണ്ടാവില്ല. ഞാൻ പ്രസംഗം തുടങ്ങിയത് ആദ്യകാലത്ത് സ്കൂൾ മത്സരത്തിന് പ്രിപ്പയർ ചെയ്യും എന്തെങ്കിലും അത് ചെയ്യും. അത് അതിന് എൻ്റേതായ ഒരു രീതിയുണ്ട് എനിക്ക്. ഞാൻ ആദ്യം പ്രസംഗം തുടങ്ങിയ സ്കൂൾ തലത്തിൽ മത്സരങ്ങൾക്കായിരുന്നു. അന്ന് പ്രിപ്പറേഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഒരു 10ാം ക്ലാസ് വരെയൊക്കെ ഞാൻ പ്രസംഗത്തിന് മുമ്പ് പ്രത്യേകിച്ച് പ്രിപ്പറേഷനൊന്നുമില്ല, വായി തോന്നിയത് പറയുക എന്നുള്ളത്. പിന്നെ സ്കൂളിൽ എനിക്ക് സമ്മാനങ്ങൾ കിട്ടിയിരുന്നതിന് പ്രധാന കാരണം അതിലും നന്നായിട്ട് പറയുന്നവരില്ലാതിരുന്നു എന്നുള്ളതുകൊണ്ട് മാത്രമാണ്, അല്ലാതെ എൻ്റെ മികവ് കൊണ്ടൊന്നും ആയിരുന്നില്ല. പക്ഷേ കോളേജിലെത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ ഓറിയൻറ്റേഷൻ മാറി. ഞാൻ മലയാളം മാത്രമല്ല ഇംഗ്ലീഷിലേക്ക്. എനിക്ക് ശരിക്കും ഇംഗ്ലീഷ് അറിയില്ലായിരുന്നു. ഞാൻ മലയാളം മീഡിയം സ്കൂളിലാണ് പഠിച്ചത്. എൻ്റെ സ്കൂളിലൊക്കെ ഈ ഇംഗ്ലീഷും മലയാളത്തിലായിരുന്നു പഠിപ്പിക്കുന്നത്. ഇംഗ്ലീഷിൽ ഒരു സെൻറ്റൻസ് പറഞ്ഞിട്ടത് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തു. അങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്. പക്ഷേ എനിക്കൊരു വലിയ 1-2 അവസരങ്ങൾ കിട്ടി. ഒന്ന്, ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ ഒരു റിട്ടയർഡ് ഹെഡ് മാസ്റ്റർ ഒരു ഇംഗ്ലീഷ് കോച്ചിങ് ക്യാമ്പ്, ഇംഗ്ലീഷ് ഗ്രാമർ കോച്ചിങ് അടുത്ത് നടത്തി. അപ്പോൾ ഞാനതിൽ പോയി ചേർന്നു. അപ്പോൾ അദ്ദേഹം വളരെ പതുക്കെ സംസാരിക്കുള്ളൂ. ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി വെക്കേഷനിൽ എല്ലാ കുട്ടികളെയും അങ്ങോട്ട് വിട്ടിട്ടുണ്ട്, പക്ഷേ കുട്ടികളൊന്നും ഇത് ശ്രദ്ധിക്കില്ല. അപ്പോൾ അദ്ദേഹത്തിൻ്റെ തൊട്ട് മുന്നിലുള്ള ബെഞ്ചിലിരിക്കുന്നവർക്ക് മാത്രമേ അദ്ദേഹം പറയുന്നത് കേൾക്കാൻ പറ്റുള്ളൂ, ബാക്കി മുഴുവൻ ബഹളമായിരിക്കും. അപ്പോൾ ഒരു ട്യൂട്ടോറിയൽ കോളേജിലാണ് അത് നടത്തുന്നത്. അപ്പോൾ ഞാനതിന് ചേർന്നു, അദ്ദേഹത്തിൻ്റെ തൊട്ട് മുന്നിൽ പോയിരുന്നു. ഫസ്റ്റ് ഡേ തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ കവർ ചെയ്യാൻ പോകുന്ന റെന്നാൻ മാർട്ടിൻ്റെ ഗ്രാമർ ബുക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ റെന്നാൻ മാർട്ടിൻ്റെ ഗ്രാമർ ബുക്ക് എനിക്ക് ഓർമ്മയുണ്ടായിരുന്നു. എൻ്റെ അപ്പൂപ്പൻ്റെ കയ്യിൽ ഒരെണ്ണം ഉണ്ടായിരുന്നു. അപ്പൂപ്പന് FAക്ക് പഠിക്കുന്ന സമയത്ത് പഠിച്ച പുസ്തകമാണത്. വളരെ പഴയതാണ്. അത് പേജുകൾ എടുക്കുമ്പോൾ ചിലപ്പോൾ സൂക്ഷിച്ചെടുത്തില്ലെങ്കിൽ കീറിപ്പോയിരുന്നു. അപ്പോൾ ആ പുസ്തകം ഞാൻ സംഘടിപ്പിച്ച് അത് വെച്ചിട്ട് ഈ പ്രധാന അധ്യാപകൻ, റിട്ടയർ ചെയ്ത അധ്യാപകനാണ്, അദ്ദേഹം പറയുന്ന മുഴുവൻ ഞാൻ ഗ്രാസ്പ് ചെയ്തു. എൻ്റെ ജീവിതത്തിൽ എന്നെ മാറ്റിമറിച്ചത് ആ സംഭവമാണെന്ന് തോന്നുന്നു. ഞാൻ അതോടുകൂടി എനിക്ക് ഇംഗ്ലീഷ് ഭാഷ ഭയങ്കര ഗ്രാഹ്യമായി. പിന്നീട് FT വുഡിനെ വീണ്ടും മലയാളത്തിലും ഇംഗ്ലീഷിലും ഒക്കെ പ്രസംഗിക്കാൻ തുടങ്ങി. എന്തെല്ലാം സബ്ജക്റ്റാണ് സാർ ഇപ്പോൾ സംസാരിച്ചിട്ടുള്ളതും? ഇനി ഞാൻ പ്രധാനമായിട്ട് ആദ്യകാലത്ത് തന്നെ അധികം പേരും പ്രസംഗിക്കാൻ വിളിച്ചിരുന്ന ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത്യാവശ്യം സാഹിത്യ വിഷയങ്ങൾ, കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു എൻജിനീയറിംഗ് വിഷയങ്ങളെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാൻ വിളിക്കുകയുണ്ടായി. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടി വരുന്ന സിവിൽ എഞ്ചിനീയറിംഗ് വിഷയങ്ങളെക്കുറിച്ച്, ശാസ്ത്ര വിഷയങ്ങളെക്കുറിച്ച്, പിന്നെ ആനുകാലിക സംഭവവികാസങ്ങളെക്കുറിച്ച്, ജലസംരക്ഷണത്തെക്കുറിച്ച്, പരിസ്ഥിതി സംരക്ഷണത്തെക്കുറിച്ച്, ഇതൊക്കെയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സംസാരിക്കേണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു ഞാൻ സംസാരിക്കാത്ത വിഷയങ്ങളൊന്നും തന്നെ ഉണ്ടാവില്ല എന്ന് തോന്നാൻ കാരണം, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ ഈ പ്രഭാഷണങ്ങളെല്ലാം കൂടെ ചേർത്ത് ഒരു പുസ്തക രൂപത്തിലൊന്നും സാർ ആക്കിയിട്ടില്ല. ഇല്ല, ഈ പ്രഭാഷണങ്ങൾ പലതും രേഖപ്പെടുത്തിയിട്ട് പോലുമില്ല. കാരണം ഇപ്പോഴൊക്കെ ആണെങ്കിൽ ഞാൻ ചിലപ്പോൾ ചില പ്രഭാഷണങ്ങൾ ഓഡിയോ റെക്കോർഡ് ചെയ്തിട്ട് അത് യൂട്യൂബിലിടും. അങ്ങനെ ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ചാൽ അത് തലമുറക്കൊരു തീർച്ചയായിട്ടും ഇപ്പോൾ കുറേ നാളായിട്ട് ഞാൻ അങ്ങനെയുള്ള പ്രഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യാറുണ്ട്. പക്ഷേ അതെല്ലാം പറ്റില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു പ്രഭാഷണം റെക്കോർഡ് ചെയ്യാൻ നോക്കി. മലയാള മനോരമ നടത്തിയൊരു എക്സിബിഷനോടനുബന്ധിച്ചൊരു പ്രഭാഷണം ഉണ്ടായിരുന്നു. ഞാനത് റെക്കോർഡ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് നോക്കിയപ്പോൾ അത് കേൾക്കാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ആംബിയൻസ് സൗണ്ട്, ചുറ്റുവട്ടത്തുള്ള ശബ്ദം ഭയങ്കരമാണ്. അപ്പോൾ ഞാൻ തന്നെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ മൈക്കിൽ നിന്ന് റെക്കോർഡ് ചെയ്തിരുന്നെങ്കിൽ കുറച്ചുകൂടി വൃത്തിയായിട്ട് കിട്ടിയത്. അപ്പോൾ പലയിടത്തും മൈക്കുകാർ അതിനുള്ള സൗകര്യങ്ങളൊന്നും ചെയ്തിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ തന്നെ എൻ്റെ മൊബൈലിൽ റെക്കോർഡ് ചെയ്താണ് കൊണ്ടുവരുന്നത്. അതുപോലെ ഞാൻ റേഡിയോയിൽ കൊടുക്കുന്ന പ്രഭാഷണങ്ങളൊക്കെ ഞാൻ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. അത് റേഡിയോക്കാരോട് തന്നെ ഞാൻ അത് പല എപ്പിസോഡുകളുണ്ടാകും. റേഡിയോയോട് തന്നെ അതിൻ്റെ റെക്കോർഡിങ് തരാൻ പറയും. എന്നിട്ട് ഞാനത് യൂട്യൂബിൽ റെക്കോർഡിംഗ് ആയിട്ട് ഇടാറുണ്ട്. അതേപോലെ ഈ മതങ്ങൾക്കിടയിൽ സൗഹാർദ്ദങ്ങൾ ഉണ്ടാവണമല്ലോ. അതെ, തീർച്ചയായും. അതുമായിട്ട് ബന്ധപ്പെട്ട് സാറ് കുറച്ച് പ്രവർത്തനങ്ങളൊക്കെ കുറച്ചല്ല, വളരെ അധികം പ്രവർത്തനം ഞാൻ ചെയ്തിട്ടുണ്ട്. കാരണം ഒരു 25 വർഷം മുമ്പ്, 4 നൂറ്റാണ്ടായി, പാലക്കാട്ടെ ചില പ്രധാന സാമൂഹിക പ്രവർത്തകർ എന്നെ നേരിട്ട് വന്ന് കണ്ടിട്ട് അവരാവശ്യപ്പെട്ട് നമ്മളൊരു സൗഹൃദവേദി പാലക്കാട് തുടങ്ങാൻ ആഗ്രഹിക്കുന്നു. കാരണം മതസംഘർഷങ്ങൾ അന്ന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ടായിരുന്നു. അപ്പോൾ അതിൽ സജീവമായിട്ട് ഇടപഴകാൻ വേണ്ടി, അതിൽ നിയന്ത്രിക്കാൻ വേണ്ടി നമുക്ക് എല്ലാ മതങ്ങളിലും പെട്ടവരെ ചേർത്തുകൊണ്ട് നമ്മളൊരു സംഘടന ഉണ്ടാക്കുന്നു. അപ്പോൾ അതിൻ്റെ സാരഥ്യം, അതിൻ്റെ പ്രസിഡൻ്റായിട്ട് ചുമതല എടുക്കണം, അതിൻ്റെ ചെയർമാനായിട്ട് ചുമതല എടുക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായിരുന്നു. കാരണം ഞാൻ മതത്തിൻ്റെ കാര്യത്തിൽ വളരെ വിശാലമായ മനസ്കതയുള്ളതാണ്. ഞാൻ എല്ലാ മതങ്ങളെയും അംഗീകരിക്കുന്നു. മാത്രമല്ല, എനിക്ക് എല്ലാ മതങ്ങളുടെയും പുസ്തകങ്ങളും ഇഷ്ടമാണ്. ബൈബിള് വായിച്ചിട്ടുണ്ട്, ഖുറാൻ വായിച്ചിട്ടുണ്ട്, ഹദീസുകൾ വായിച്ചിട്ടുണ്ട്, സംസ്കൃതം പഠിച്ചിട്ട് ഞാൻ ഹൈന്ദവ ഗ്രന്ഥങ്ങൾ മിക്കവാറും പറ്റുന്ന എല്ലാം വായിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് എല്ലാ മതങ്ങളിലെയും സാരാംശങ്ങളെ ഉൾക്കൊള്ളാനും, എന്നാൽ അതിനകത്ത് എന്തെങ്കിലും
വിമർശനാത്മകമായിട്ട് പറയേണ്ടതുണ്ടെങ്കിൽ അത് പറയാനുള്ള ആർജവും കാണിക്കുന്നൊരു കൂട്ടത്തിലായിരുന്നു ഞാൻ. അതുകൊണ്ട് ഇവർ ചോദിച്ചപ്പോൾ എനിക്ക് വളരെ സന്തോഷമെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ ചെയർമാനായിട്ട് ചുമതലയേറ്റു. പാലക്കാട് ജില്ലയിൽ അത് വളരെ സജീവമാണ്. ഇപ്പോഴും 4 നൂറ്റാണ്ട് പിന്തുടരുകയാണ്. ഇപ്പോഴും ഇന്നലെ ജില്ലാ കളക്ടർ ഓഫീസിൽ തന്നെ വിളിക്കേണ്ടായി ഒരു മത സൗഹാർദ്ദ സമ്മേളനമുണ്ട്, മതസൗഹാർദ്ദ മീറ്റിംഗ് ജില്ലാതലത്തിൽ. അതിന് സൗഹൃദവേദിയുടെ പ്രാതിനിധ്യം ഉണ്ടാകണമെന്ന് പറഞ്ഞ് വിളിക്കേണ്ടായി. അപ്പോൾ എന്ന് മാത്രമല്ല, ആ പ്രദേശത്ത് എവിടെയെങ്കിലും മതസംഘർഷം ഉണ്ടാകുകയാണെങ്കിൽ ഞങ്ങളുടെ പ്രവർത്തകർ അതിൽ ഇടപെട്ടിട്ട് അത് സൗഹൃദപരമായിട്ട്. പക്ഷേ ഇപ്പോഴേ ഈ കാലഘട്ടത്തിൽ ഈ മതങ്ങൾ തമ്മിലുള്ള ഒരു അകൽച്ച അനുഭവപ്പെടുന്നില്ലേ നമുക്ക്? അതെന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തോന്നിയത് പരസ്പരം മതങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ഇപ്പോൾ നമ്മുടെ പ്രശസ്തമായ പാട്ട് കേട്ടിട്ടുണ്ടാവും, മസബ് നവീസ് ഗാത്ത ആപ്പസ് മേം ബേർ റഖ്ന. മതങ്ങൾ പഠിപ്പിക്കുന്നില്ല പരസ്പരം വൈരം വെച്ച് പുലർത്താൻ, മനുഷ്യനത് കണ്ടെത്തുകയാണ്. എനിക്ക് തന്നെ ഇസ്ലാം മതത്തെക്കുറിച്ച് കാര്യമായിട്ട് അറിയില്ലായിരുന്നു. കാരണം ഞാൻ ജനിച്ച പ്രദേശത്ത് മുസ്ലിങ്ങളാകെ 1-2 ആ പ്രദേശത്തുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഈ കിതാബ് വായിക്കുന്നത് തന്നെ, ഖുർആൻ എൻ്റെ കയ്യിൽ കിട്ടുന്നത് തന്നെ എൻ്റെ 30കളിലാണ്. ഞാനൊരിക്കൽ ഫ്രൈഡേ ക്ലബ്ബിലൊരു പ്രസംഗം നടത്താൻ പോയിട്ട് അത് മതസൗഹാർദ്ദത്തെക്കുറിച്ച് പ്രസംഗിച്ച് തിരിച്ചു വരുമ്പോഴാണ് എനിക്ക് കിങ് ഫഹദ് യൂണിവേഴ്സിറ്റി ഒരു ഖുർആൻ അവർ എനിക്ക് തന്നത്, ഇംഗ്ലീഷിലുള്ള. അതാണ് ഞാൻ ആദ്യം വായിച്ചത്. അതുപോലെ ഞാൻ പഠിച്ചത് മലയാളത്തിൽ ഞാൻ വായിച്ചു. പിന്നീട് ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്ന്, ഷെയ്ഖ് സാഹിബ് എൻ്റെ ഒരു വളരെ അടുത്ത സുഹൃത്താണ്. അദ്ദേഹം ഒരിക്കൽ വീട്ടിൽ വന്നപ്പോൾ അദ്ദേഹം പരിഭാഷപ്പെടുത്തിയ മലയാളം ഖുർആൻ എൻ്റെ വീട്ടിൽ വന്നപ്പോൾ തരികയുണ്ടായി. അതാണ് ഞാൻ വായിച്ച ആദ്യത്തെ മലയാളം ഖുർആൻ. ഞാനും അദ്ദേഹത്തിൻ്റെ കീഴിൽ കുറച്ച് കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. അദ്ദേഹം ഈ സൗഹൃദവേദിയുടെ ആദ്യ സമ്മേളനത്തിൽ അദ്ദേഹം സന്നിഹിതനായിരുന്നു. എന്ന് മാത്രമല്ല, അദ്ദേഹം ഈ പാലക്കാട് സൗഹൃദവേദിയെക്കുറിച്ച് പത്രമാധ്യമങ്ങളുടെ ഇടയ്ക്കൊക്കെ എഴുതാറുണ്ട്. അതിലും അതീതമായിട്ട് എനിക്ക് തോന്നിയത് നമ്മൾ നടത്തുന്ന പല പ്രോഗ്രാമിലും അദ്ദേഹത്തിൻ്റെ സജീവ സാന്നിധ്യം ഉണ്ടായിട്ടുണ്ട്. ഇനി ഞാൻ ഖുറാനേക്കാൾ ആദ്യം വായിച്ചത് ഹദീസാണ്. ഞാൻ പിന്നെ ഖുറാൻ വായിച്ചത്. കാരണം ഹദീദുൽ ബുഖാരിയാണ് ഞാൻ വായിച്ച ആദ്യ ഒരു ഇസ്ലാം മത ഗ്രന്ഥം എന്ന് പറയാം. ഖുറാൻ പിന്നീടാണ് വായിച്ചത്. അതൊരു കഴിഞ്ഞ 2 ആഴ്ച മുമ്പാണ് തോന്നുന്നു സാറിന് ഇപ്പോൾ ഒരു അവാർഡ് കിട്ടിയിട്ടുണ്ടല്ലോ. എനിക്കൊരു അവാർഡ് 2 ആഴ്ച മുന്നേ കിട്ടുകയുണ്ടായി. ഇന്ത്യൻ കോൺക്രീറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ടും അൾട്രാടെക് സിമെൻറ്റും കൂടെ നൽകിയ ഒരു അവാർഡാണ്. ഔട്ട്സ്റ്റാൻഡിങ് കോൺക്രീറ്റ് എഞ്ചിനീയർ എന്നാണ് അവാർഡിൻ്റെ പേര്. കിട്ടിയപ്പോൾ സന്തോഷമുണ്ടായി. കാരണം ഞാൻ കുറേ നാളായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മേഖലയാണത്, സ്ട്രക്ചറൽ എഞ്ചിനീയർ. ഞാൻ അടിസ്ഥാനപരമായിട്ട് സ്ട്രക്ചറൽ എഞ്ചിനീയറാണ്. ഇപ്പോൾ പാലക്കാട് ജില്ലയിലുള്ള പല പ്രധാനപ്പെട്ട സർക്കാർ മന്ദിരങ്ങളും സ്വകാര്യ കെട്ടിടങ്ങളും ഒക്കെ എൻ്റെ ഡിസൈനാണ്. അപ്പോൾ ഒരു കെട്ടിടം പൂർണ്ണമാണെങ്കിൽ അതിലൊരു ആർക്കിടെക്റ്റിൻ്റെ അംശവും ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറുടെ അംശവും ചേർന്നാലേ പറ്റുള്ളൂ. കാരണം ഈ രൂപകൽപ്പന ചെയ്യുന്ന ആർക്കിടെക്റ്റ് ആണെങ്കിലും അത് സ്ട്രോങ് ആയിട്ട് നിലനിൽക്കണമെങ്കിൽ അതിന് സ്ട്രക്ചറൽ ഡിസൈൻ ആവശ്യമാണ്. അപ്പോൾ ആ സ്ട്രക്ചറൽ ഡിസൈൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് സ്ട്രെങ്ത് അതാണ്. അപ്പോൾ ആ ഡിസൈൻ ചെയ്യുന്ന ഒരു കൃത്യം. ഈ എംടെക്കിന് കൂടുതൽ ആളുകളും ഈ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് തിരഞ്ഞെടുക്കുന്നത് എന്തുകൊണ്ടാണ്? മറ്റു ഇതൊക്കെ കുറവാണല്ലോ. അത് നേരത്തെയൊക്കെ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് ഭയങ്കര ഡിമാൻഡായിരുന്നു. ഡിമാൻഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ക്വാളിഫൈ ചെയ്തവർക്ക് മാർക്കറ്റിലും ഭയങ്കര ഡിമാൻഡായിരുന്നു. ഇപ്പോൾ ഒരുപാട് കോളേജിൽ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് തുടങ്ങിയുണ്ട്. പഴയ ഡിമാൻഡ് ഇല്ലാന്ന് തോന്നുന്നു. പക്ഷേ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ഇത്ര ബുദ്ധിമുട്ടാണെങ്കിലും അതിൽ കഴിവ് തെളിയിച്ചു കഴിഞ്ഞാൽ ധാരാളം സാധ്യതകളുണ്ട്. പക്ഷേ ഇപ്പോൾ വരുന്നവരിൽ ഇപ്പോൾ എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട്, എൻ്റെ ഒപ്പം വർക്ക് ചെയ്ത പലരും സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടും അത് പ്രയോഗത്തിൽ വരാൻ ശ്രമിച്ചിട്ടില്ല. അപ്പോൾ സ്ട്രക്ചറൽ എഞ്ചിനീയറിംഗ് പഠിച്ചുകൊണ്ടായില്ല അത് നമുക്ക് ഉപയോഗിക്കാൻ കഴിയണം. അതിലൊരു കോൺഫിഡൻസിൻ്റെ ഫാക്ടറുണ്ട്. ഒരു 10 നില കെട്ടിടമോ 8 നില കെട്ടിടമൊക്കെ ഡിസൈൻ ചെയ്യുമ്പോൾ പണ്ടൊന്നും ഡിസൈനർക്കെതിരെ കേസുകൾ വരുമായിരുന്നില്ല. ഇപ്പോഴത്തെ നിയമം അനുസരിച്ച് ആ കെട്ടിടത്തിന് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഡിസൈനർ ഉൾപ്പെടെ ഡിസൈനറും കൊടുക്കും. ഇപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ സാറ് ജോലി ചെയ്യുന്ന സമയത്ത് ഡീനായിട്ട് വർക്ക് ചെയ്തല്ലോ അല്ലേ? അതെ. ഞാൻ അതങ്ങനെ തുടർച്ചയായിട്ട് അങ്ങനെ ഒരു അപൂർവ ബഹുമതി മറ്റാർക്കും ലഭിക്കാത്തത്. അതെനിക്ക് തോന്നുന്നു ഇത്രയും കാലം ഡീനായിട്ട് മറ്റാരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. കാരണം 2013 എന്നെ ഡീനായിട്ട് നിയമിക്കുന്നത്. ഡീനെ നിയമിക്കുന്നത് ഗവർണറാണ്. യൂണിവേഴ്സിറ്റിയുടെ താല്പര്യം അനുസരിച്ച് ഡീനെ ഗവർണർ നിയമിക്കുന്നതാണത്. അപ്പോൾ എന്നെ ആദ്യം നിയമിച്ച് ഞാൻ അതുവരെ തിരുവനന്തപുരത്തായിരുന്നു ഡെപ്യൂട്ടേഷനിലും ലീവിലൊക്കെ ജോലി ചെയ്ത് തിരിച്ചെത്തി കഴിഞ്ഞപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ എന്നോട് ഇങ്ങനൊരു ഉത്തരവാദിത്വം ഏറ്റെടുക്കാൻ റിക്വസ്റ്റ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഞാൻ ശരിയാകാമെന്ന് പറഞ്ഞു. അപ്പോൾ എന്നെ അന്ന് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് ഒരു ടേം സാറിന് 2 വർഷമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് വീണ്ടും എൻ്റെ ടേം റിന്യൂ ചെയ്തു. അത് കഴിഞ്ഞ് സർക്കാർ മാറിയെങ്കിലും 3ാമതും എൻ്റെ ടേം റിന്യൂ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് കൂടാതെ ഒരു 2 വർഷവും കൂടെ അങ്ങനെ വന്നപ്പോൾ ഏതാണ്ട് 8 വർഷത്തോളം
സാധാരണ 2 വർഷമോ 4 വർഷമൊക്കെയാണ് ഒരു ആൾ സേവനം ചെയ്യുക. അങ്ങനെ 8 വർഷത്തോളം യൂണിവേഴ്സിറ്റി ഡീനായിട്ടിരിക്കാൻ എനിക്ക് കഴിഞ്ഞു. അത്രയും കാലം ഡീനായിട്ട് മറ്റാരെങ്കിലും ഇരുന്നിട്ടുണ്ടോ എന്ന് എനിക്ക് നിശ്ചയമില്ല. പക്ഷേ സാധാരണ ഇതിൽ ഒരു ടൈം കഴിയുമ്പോൾ മാറുകയാണ് പതിവ്. പക്ഷേ ഇതിലൊരു വ്യത്യാസം ഉണ്ടായത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ ലാസ്റ്റ് ടൈം ഞാൻ ഡീനായപ്പോഴേക്ക് യൂണിവേഴ്സിറ്റിയിലെ എഞ്ചിനീയറിങ്ങിൻ്റെ പ്രസക്തി കുറച്ച് കുറഞ്ഞു എന്നുള്ളത്. കാരണം സാങ്കേതിക സർവകലാശാല. പക്ഷേ അതുകൊണ്ട് 2015 വരുന്നുള്ളൂ. 18 വരെ ഈ കോളേജുകളെല്ലാം കാലിക്കറ്റിൽ അഫിലിയേറ്റഡ് ആയിരുന്നു. 19 ശരിക്ക് സാങ്കേതിക സർവകലാശാല പൂർണ്ണമായിട്ട് ഏറ്റെടുത്തത്. പക്ഷേ എനിക്ക് അതുകൊണ്ടൊരു ഗുണമുണ്ടായി. കാലിക്കറ്റിൻ്റെ ഡീൻ എന്നുള്ള നിലയ്ക്കും ഈ രംഗത്ത് പ്രവർത്തിച്ച വ്യക്തി എന്നുള്ള നിലയ്ക്കും സാങ്കേതിക സർവകലാശാല തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ മിക്കവാറും എല്ലാ കമ്മിറ്റികളിലും ഞാനുണ്ടായിരുന്നു. അതിൻ്റെ രൂപീകരണ സമയത്ത് അതിൻ്റെ അക്കാഡമിക് കമ്മിറ്റികളിലും അഡ്മിനിസ്ട്രേറ്റീവ് കമ്മിറ്റികളിലും എല്ലാം ഞാനുണ്ടായിരുന്നു. അങ്ങനൊരു സൗകര്യം കിട്ടി. ഈ പാലക്കാട് ജില്ല കേന്ദ്രീകരിച്ച് സാറിൻ്റെ ഈ സാക്ഷരതാ പ്രവർത്തനങ്ങളിൽ അത് ആ ഒരു പ്രവർത്തനം കൊണ്ട് സാറിന് ഇനി പാലക്കാടിൻ്റെ ഉൾപ്രദേശങ്ങളിലൊക്കെ അതെനിക്കൊരു അനുഗ്രഹമായിട്ട് തോന്നി. ഒരിക്കലൊരു ഒരു രസകരമായ അനുഭവം ഉണ്ടായി. അത് ഞാൻ സൂചിപ്പിക്കാം. ഒരിക്കൽ എൻ്റെ ഭാര്യയ്ക്ക് ഒറ്റപ്പാലത്തിനടുത്തുള്ളൊരു സ്ഥലത്ത് ഇലക്ഷൻ്റെ പ്രിസൈഡിങ് ഓഫീസറായിട്ട് പോസ്റ്റിംഗ് വന്നു. ഞാനിപ്പോൾ തിരുവനന്തപുരത്ത് ജോലി ചെയ്യുകയാണ്. അപ്പോൾ ഇതൊരു സാറ്റർഡേ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ എന്നെ വൈഫിനെ അവിടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വന്നു. വന്ന് വൈഫിനെയും കൊണ്ട് ഇലക്ഷൻ്റെ തലേ ദിവസം ആ ലൊക്കേഷനിൽ എത്തണമല്ലോ. അപ്പോൾ ലൊക്കേഷനിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരാൾ വന്നിട്ട് ഏതാന്നൊക്കെ നാട്ടുകാർ വന്ന് ചോദിക്കുമല്ലോ. അപ്പം അവിടെ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്? അപ്പം പറഞ്ഞു NSS എഞ്ചിനീയറിംഗ് കോളേജിലാണ്. പ്രിസൈഡിങ് ഓഫീസറാണോ? അതെ എന്നൊക്കെ പറഞ്ഞു. കോളേജിലാണ് വർക്ക് ചെയ്യുന്നതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ പെട്ടെന്ന് ചോദിച്ചു, മഹാദേവൻപിള്ള സാറിനെ അറിയുമെന്ന് ചോദിച്ചു. എൻ്റെ വൈഫ് ഞാനും അടുത്ത് നിൽക്കുക. അപ്പോൾ വൈഫ് എന്നെ ഇങ്ങനെ നോക്കുന്നു, ഇതെന്താ ഇദ്ദേഹം ഇങ്ങനെ ചോദിക്കുന്നത്? അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, അദ്ദേഹത്തെ എങ്ങനെ അറിയും? പറഞ്ഞു, ഞാൻ ദൂരെ നിന്ന് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണം കേട്ടിട്ടുണ്ട്, അടുത്തുനിന്ന് കേട്ടിട്ടില്ല. അദ്ദേഹം സാക്ഷരതാ പ്രവർത്തന കാലത്ത് ഇവിടെ വന്നപ്പോൾ ദൂരെ നിന്ന് കേൾക്കാൻ കഴിഞ്ഞു, അതുകൊണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. അപ്പോൾ അപ്പോഴെനിക്ക് മനസ്സിലായത് എൻ്റെ റീച്ച് അന്ന് വളരെയധികമായിരുന്നു. എല്ലാ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ 3 വണ്ടികൾ തന്നിട്ടുണ്ട്. ഇതിലേതെങ്കിലും ഒരു വണ്ടി എടുത്ത് ഏതെങ്കിലും ഒരു പഞ്ചായത്തിലേക്ക് അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയിലേക്ക് പോവാണ്. ചില ദിവസങ്ങളിൽ രാത്രി അട്ടപ്പാടിയിലേക്ക് പോകും, അല്ലെങ്കിൽ നെല്ലിയാമ്പതിയിലേക്ക് പോകും. അതായത് അന്ന് നമ്മൾ 1000-ഓളം പേരെ ശമ്പളം കൊടുത്ത് ഓണററിയം കൊടുത്ത് സാക്ഷരതാ പ്രവർത്തനം നടത്തിയിരുന്നു. അത് ഈ ആദിവാസികൾക്കിടയിൽ. അപ്പോൾ അവിടെയൊക്കെ രാത്രിയിൽ പോയി നോക്കും ഇവരൊക്കെ ശരിയായിട്ട് പ്രവർത്തിക്കുന്നുണ്ടെന്ന്. അതുപോലെ മറ്റുള്ള സ്ഥലങ്ങളിലൊക്കെ പകൽ നോക്കും. അപ്പോൾ പൂർണ്ണമായ യാത്രയായിരുന്നു അന്ന്. എന്നുവെച്ചാൽ അതിന് ഇലക്ഷൻ്റെ പ്രൊപ്പഗാൻഡ പോലെ തന്നെ ഈ ലിറ്ററസി മിഷന് ഫണ്ട് ചിലവാക്കുന്നതിന് വരമ്പ് വെച്ചിട്ടില്ലായിരുന്നു. ഇത്രയാകാവൂ എന്ന് പറഞ്ഞിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ എത്ര ചിലവാക്കിയാലും അത് ഉപയോഗപ്രദമാണെങ്കിൽ നമുക്കത് അക്കൗണ്ട് ചെയ്യാൻ പറ്റുമായിരുന്നു. അതൊരു AGയുടെ ഓഡിറ്റ് ഇല്ലാത്തൊരു സംവിധാനമായിരുന്നു അതിന് തന്നിരുന്നത്. അതേപോലെ സാറിൻ്റെ ഈ ചെലവ് പറഞ്ഞ വീടുകൾ, അങ്ങനെ ഒരു പരിസ്ഥിതിയോട് യോജിച്ച കെട്ടിടങ്ങൾ, അതിനെക്കുറിച്ചൊക്കെ സാറ് അതിനെക്കുറിച്ച് സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ ആ ഒരു മേഖലയിലുള്ള പ്രചരണത്തിന് ഉത്തരവാദിത്വം ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് കാലത്ത്. അതായത് ലോറി ബക്കർ എന്ന് പറഞ്ഞൊരു വലിയ അതെ, അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു സ്ഥാപനം സംസ്ഥാന സർക്കാർ തുടങ്ങി, ലോറി ബക്കർ ഇൻ്റർനാഷണൽ സ്കൂൾ. അപ്പോൾ അതിൻ്റെ ഡീനായിട്ടും ഹൗസിംഗ് ഡിപ്പാർട്ട്മെൻറ്റ് സ്പെഷ്യൽ ഓഫീസറായിട്ടും എന്നെ നിയമിക്കുകയുണ്ടായി. അപ്പോൾ അതിനിഷ്ടം പോലെ ഫണ്ട് കിട്ടുമായിരുന്നു. അപ്പോൾ ആ ഫണ്ട് പ്രധാനമായിട്ടും ചിലവഴിക്കേണ്ടി വരുന്നത് ചിലവ് കുറഞ്ഞ വീടുകളുടെ പ്രചരണത്തിനായിട്ടും പരിസ്ഥിതി അനുകൂലമായ കെട്ടിട നിർമ്മാണ വിദ്യയെ പ്രോത്സാഹിപ്പിക്കാനും ഒക്കെയാണ്. അപ്പോൾ അതിൻ്റെ പ്രവർത്തനങ്ങൾക്കായി കേരളത്തിലെ മിക്കവാറും എഞ്ചിനീയറിംഗ് കോളേജുകളിലും പല പോളിടെക്നിക്കുകളിലും ഈ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികളിലേക്ക് ഈ ഒരു അവയർനെസ്, ചിലവ് കുറഞ്ഞ പരിസ്ഥിതി അനുയോജ്യം, അതിന് നമ്മൾ സീഫ് ടെക്നോളജി എന്ന് പറയും, കോസ്റ്റ് ഇഫക്റ്റീവ് എൻവയറൺമെൻറ്റ് ഫ്രണ്ട്ലി ടെക്നോളജി, അത് സ്പ്രെഡ് ചെയ്യുക ഒരു മിഷനായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ. നമ്മളെ സർക്കാർ ഇപ്പം ലൈഫ് മിഷൻ മുഖേന പാവപ്പെട്ടവർക്ക് വീട് വെക്കാൻ കൊടുക്കുന്നുണ്ട്. 4 ലക്ഷം രൂപ മറ്റാണ് കിട്ടുന്നത്. പക്ഷെ അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്നത് ഒരു ബിലോ 700 സ്ക്വയർ ഫീറ്റിലാണ് ആ വീട് നിർമ്മിക്കാൻ പറയുന്നത്. പലർക്കും കിച്ചൺ ഉണ്ടാവില്ല, അല്ല 2 റൂം, അങ്ങനെയായിട്ട് ആ ഒരു പറഞ്ഞ പ്രിസ്ക്രൈബ്ഡ് 6, എനിക്ക് തോന്നുന്നു ഇൻ ബിറ്റ്വീൻ 600 and 700 ഇടയിലുള്ള സ്ക്വയർ ഫീറ്റാണ് അതിൻ്റെ കണക്ക്. അപ്പം അങ്ങനെ ഒരു ഗവൺമെൻറ് അങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഒരാൾക്ക് ഇപ്പോൾ ഒരു വീടെന്ന് പറയുന്നത് മറ്റേ അതിൻ്റെ സൗകര്യങ്ങളൊക്കെ ഉണ്ടാവണമല്ലോ വീട്ടിൽ.
അതിൽ ഈ സർക്കാർ പിന്നീട് പലരും കിച്ചണൊക്കെ പിന്നെ കുട്ടി ആഡ് ചെയ്യുന്ന ഒരു രീതിയാണുള്ളത്. അതിൽ ഞങ്ങൾ MEL NSS യൂണിറ്റ് നമ്മുടെ കൊച്ചൗസേപ്പ് ചിറ്റിലപ്പള്ളിയുടെ സാറിൻ്റെ ഫണ്ട് ഉപയോഗിച്ച് ഇവിടെ 4 വീടുകൾ, 3 വീട് നമ്മളെ സ്റ്റാഫിൻ്റെ തന്നെയാണ്, ക്ലീനിങ് സ്റ്റാഫിൻ്റെ ആയിരുന്നു, 1 പുറത്തുള്ളതും. അപ്പോൾ അതിനൊക്കെ ഈ ഒരു പ്രശ്നമുണ്ട്. അതിന് സത്യത്തിൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഫണ്ട് ഇത്രേ കൊടുക്കുള്ളൂ എന്നേ ഉള്ളൂ. കെട്ടിടത്തിന് നമുക്ക് കുറച്ചുകൂടെ വിസ്തൃതി വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്നില്ല, അവർ തടസ്സം നിൽക്കില്ല. പക്ഷെ അതിന് തനത് ഫണ്ട് അതിന് ഇല്ല. ആദ്യം അതിന് ഒരു വ്യത്യാസമേ ഉള്ളൂ. ആദ്യം കൊടുക്കുന്ന പ്ലാനും മറ്റുമൊക്കെ നമ്മൾ ഈ സ്കീമിൽ പെടുത്തിയിട്ടുള്ള സ്റ്റാൻഡേർഡ് പ്ലാനേ അവർ സ്വീകരിക്കുള്ളൂ. അത് കഴിഞ്ഞ് ആ കെട്ടിടങ്ങൾ എക്സ്പാൻഡ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ അഡീഷണലായിട്ട് മുറി കെട്ടുന്നതിനോ അവർക്ക് തടസ്സമൊന്നുമില്ല. അതിൽ ലാൻഡ് നമ്മുടെ തന്നെ ലാൻഡ് ആണെങ്കിൽ അതിൽ ഇഷ്ടംപോലെ സ്ഥലവും ഉണ്ടെങ്കിൽ നമുക്ക് കെട്ടിടം വികസിപ്പിക്കാം, അതിന് തടസ്സമില്ല. പക്ഷേ സർക്കാരിൻ്റെ അതും ഈ ലൈഫ് മിഷനിലൊക്കെ കൊടുക്കുന്നതിൽ 3 കോൺട്രിബ്യൂഷനാണ് ഉള്ളത്. കേന്ദ്ര സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ, സംസ്ഥാന സർക്കാരിൻ്റെ കോൺട്രിബ്യൂഷൻ, അത് പ്രാദേശിക ലോക്കൽ സെൽഫ് ഗവൺമെൻറ് വഴി വരുന്നത്. അതുകൂടാതെ അതിന് കെട്ടിടം നിർമ്മിക്കുന്ന ആരാണോ ഉപഭോക്താവ് അവരുടെ കോൺട്രിബ്യൂഷൻ, ഇതെല്ലാം കൂടെ ചേർന്നിട്ടാണ് ഈ 4 ലക്ഷം രൂപ വരുന്നത്. അതിൽ സർക്കാരിൻ്റെ മാത്രം തുകയായിട്ടല്ല വരുന്നത്. അതുകൊണ്ട് പലപ്പോഴും എന്ത് പറ്റുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സ്വന്തമുള്ള വിഹിതം എടുക്കാൻ, അതായത് ഉപഭോക്താവിൻ്റെ വിഹിതം എടുക്കാൻ കഴിയാത്തവർക്ക് ഇത് കെട്ടാൻ കഴിയാതെ പോകുന്നു. സർക്കാർ വിഹിതം കൊണ്ട് മാത്രം. പക്ഷേ പലരെയും മറ്റ് സന്നദ്ധ സംഘടനകളൊക്കെ സഹായിച്ച് അവരിപ്പോൾ എഞ്ചിനീയറിംഗ് കോളേജ് ചെയ്തു എന്ന് പറയുന്ന പോലെ പല സംഘടനകളും സ്ഥാപനങ്ങളും ഒക്കെ സഹായിച്ച് പൂർത്തീകരിക്കുന്നുണ്ട്. അതിന് പരിധി കൽപ്പിച്ചിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ വലിയ കെട്ടിടങ്ങളിലേക്ക് പോവാം. സാറിനെ പോലെ ഒരു ബഹുമുഖ പ്രതിഭയുമായി സംസാരിക്കാൻ കഴിഞ്ഞതിൽ വലിയൊരു ചാരിതാർത്ഥ്യമാണ് എനിക്കുള്ളത്. ഇങ്ങനെയൊക്കെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ട് സാറ് കൈവയ്ക്കാത്ത മേഖലകളൊന്നുമില്ല. മതിയായ അംഗീകാരം ലഭിച്ചോ? ഞാൻ സത്യത്തിൽ ഈ അംഗീകാരത്തിനെ കുറിച്ച് ഇതുവരെ ചിന്തിച്ചിട്ടില്ല. കാരണം ഭഗവത്ഗീതയിലെ ഒരു വചനമുണ്ട്, മാ ഫലേഷു കർമ്മണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫലം ആഗ്രഹിച്ചുകൊണ്ടൊന്നും ചെയ്യരുത്, പക്ഷേ ഫലം നമ്മളെ തേടി എത്തിക്കോളും. നമ്മൾ എന്ത് തന്നെ ചെയ്യുന്നുണ്ടെങ്കിലും എപ്പോഴെങ്കിലുമൊക്കെ അതിൻ്റെ ഗുണം നമുക്കുണ്ടാവും. എൻ്റെ അനുഭവങ്ങളും അങ്ങനെയാണ് കാണിക്കുന്നത്. നമ്മൾ ഇപ്പോൾ ഫലം വേണമെന്ന് പറഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് കിട്ടില്ല. മറിച്ച് നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുക. നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഒരു ഗുണഫലം ഏതെങ്കിലും കാലത്തുണ്ടാവും. ഇനി ഈ അംഗീകാരം എന്ന് പറയുന്നതും ഈ ലൗകികമായ അംഗീകാരത്തിൽ വലിയ അർത്ഥമൊന്നുമില്ല. നമുക്ക് നമ്മുടെ ഒരു ചെറിയ ജീവിതത്തിനകത്ത് എന്തൊക്കെ ചെയ്തിട്ട് പോകാൻ കഴിയുന്നോ അത് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനം. അത് ഒരുപക്ഷെ ഈ തലമുറ ഓർത്തില്ലെങ്കിൽ എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്, വളരെ പ്രസിദ്ധരായ എഴുത്തുകാരുടെ പുസ്തകങ്ങൾക്കൊക്കെ അവരുടെ ജീവിതകാലത്ത് ഒരിക്കലും അംഗീകാരം കിട്ടിയിട്ടില്ല. എന്തിന് പിക്കാസോയുടെ ഗേർണിക്ക അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ് അത് അംഗീകരിക്കപ്പെട്ടത് പോലും. അതുപോലെ വലിയ പ്രതിഭാധനരുടെ പ്രവൃത്തികൾ ചിലപ്പോൾ അവർ കാലത്തിന് മുന്നേ പോയതായിരിക്കും. കാലത്തിന് മുന്നേ പോകുമ്പോൾ അവർക്ക് ആ കാലഘട്ടത്തിൽ അംഗീകാരം കിട്ടിക്കൊള്ളണമെന്നില്ല. പട്ടിണി കിടന്ന് സ്വന്തം സുഹൃത്തിൻ്റെ കൂടെ ആശ്രിതനായിട്ട് ജീവിക്കേണ്ടി വന്ന ആളാണ് കാറൽ മാർക്സ്. ഇന്ന് അദ്ദേഹത്തിൻ്റെ പേരിൽ എത്രയോ രാജ്യങ്ങൾ ഭരിക്കപ്പെടുന്നു. അപ്പോൾ അതുകൊണ്ട് അതാത് കാലത്ത് കിട്ടുന്ന അംഗീകാരത്തിന് അത്രമാത്രമുള്ള അർത്ഥങ്ങളേ ഉള്ളൂ, പ്രസക്തിയുള്ളൂ. നമ്മൾ ചെയ്യേണ്ടത് ചെയ്തുകൊണ്ടേയിരിക്കുക. നമുക്ക് എല്ലാത്തിലും ആത്യന്തികമായിട്ട് നമുക്ക് കിട്ടേണ്ടത് നമ്മുടെ ഇന്നർ ഹാപ്പിനെസ്സാണ്. അത് പുറത്താർക്കും നമുക്ക് തരാൻ പറ്റില്ല. നമുക്ക് എത്ര സമ്പത്തുണ്ടായാലും എത്ര സൗകര്യങ്ങളുണ്ടായാലും എത്ര ശിൽബന്ധികളുണ്ടായാലും ഒന്നും നമുക്ക് ഇന്നർ ഹാപ്പിനെസ് കിട്ടില്ല. അത് സ്റ്റേറ്റ് ഓഫ് മൈൻഡാണ്, നമ്മുടെ മനസ്സിൻ്റെ ഒരു വികാരമാണ്. ആ വികാരം നമുക്ക് നമ്മളെ ഉണർത്തി നിർത്തുകയാണെങ്കിൽ അംഗീകാരങ്ങൾക്കൊന്നും ഒരു പ്രസക്തിയില്ല. സമ്പത്തിനെന്താ പ്രസക്തി? ഒരളവിനപ്പുറം നമുക്ക് സമ്പത്തിന് ആവശ്യമില്ല. അപ്പോൾ ഇതിനൊന്നും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ വലിയ പ്രാധാന്യമൊന്നുമില്ല. പിന്നെ ഇതൊക്കെ ഒരു മോഡിയാണെന്ന് മാത്രം. നമുക്ക് മോഡി പിടിപ്പിക്കാൻ എനിക്ക് ഇന്ന അംഗീകാരം കിട്ടി. ഇപ്പോൾ അംഗീകാരങ്ങൾ വിലയ്ക്ക് വാങ്ങാൻ കൂടി കഴിയുന്ന കാലമാണ്. സാറിൻ്റെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും ചെയ്യാൻ ആഗ്രഹമുണ്ടോ? അപ്പോൾ ഇതുവരെ ഉള്ള പ്രവർത്തനങ്ങളിൽ നിന്നൊക്കെ ഞാൻ ചെറുപ്പത്തിലെ തൊട്ട് പറയുന്ന 2 കാര്യങ്ങളുണ്ട്. ഒന്ന് എന്നോട് മുമ്പ് ഒരു ഇൻ്റർവ്യൂവിൽ ഒരാൾ ചോദിച്ചപ്പോൾ ഞാൻ 2 കാര്യങ്ങൾ എനിക്കിനി ആഗ്രഹം ബാക്കിയുണ്ടെന്ന് പറഞ്ഞു. ഒന്ന്, ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറാകുക. 2, ഇന്ത്യൻ പ്രസിഡൻ്റ് ആകുക. അപ്പോൾ അദ്ദേഹം ചോദിച്ചു, എന്താ ഇന്ത്യൻ പ്രസിഡൻ്റാണ്? ഞാൻ പറഞ്ഞു, അതിൽ വലിയ പോസ്റ്റ് ഇന്ത്യയിലില്ല, അതുകൊണ്ടാണ്. പിന്നെ വൈസ് ചാൻസലറാകാൻ അതിങ്ങനെ ബിറ്റ്വീൻ ദ കപ്പ് ആൻഡ് ലിപ്പ് നഷ്ടപ്പെട്ടു. 2-3 യൂണിവേഴ്സിറ്റികളുടെ വൈസ് ചാൻസലർ കാൻഡിഡേറ്റ്സ് ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടായതല്ല, അത് ചേർക്കപ്പെട്ടിരുന്നു.
പക്ഷെ അത് മറ്റ് പല സമവാക്യങ്ങൾ വരുമ്പോൾ അത് മാറിപ്പോയി. എനിക്കതിൽ സങ്കടമൊന്നുമില്ല. എന്ന് വെച്ചാൽ വാസ്തവത്തിൽ ഈ ഇത്തരം പോസ്റ്റുകളിലൊക്കെ ഈ രാഷ്ട്രീയത്തിന് ഒരുപാട് സ്വാധീനമുണ്ടല്ലോ അല്ലേ? ഉണ്ട്. അപ്പോൾ ഒരു ചെറിയ ഉദാഹരണം തന്നെ പറയാം. കേരളത്തിലെ തന്നെ ഒരു യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ പോസ്റ്റിനുള്ള നിർദ്ദിഷ്ട ലിസ്റ്റിൽ ആദ്യത്തെ പേര് എൻ്റെ ആയിട്ട് കൊടുത്തിരുന്നു ഒരിക്കൽ. അപ്പം എന്നെ വിളിച്ച് വേണ്ടപ്പെട്ട ഒരാൾ നിങ്ങളാണ് ഒന്നാം ലിസ്റ്റുകാരനെന്ന് പറയുകയും ചെയ്തു. പക്ഷേ അത് കഴിഞ്ഞ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ഫോൺ കോൾ വന്നു, ഞങ്ങളോട് ഒന്ന് പൊറുക്കണം, കാരണം ഒരു പ്രത്യേക സംഘടനയുടെ നിർബന്ധത്തിന് വഴങ്ങി അവരുടെ ഒരാളിനത് കൊടുക്കേണ്ടി വന്നു, ഇല്ലെങ്കിൽ ഇലക്ഷനെ അത് ദോഷകരമായി ബാധിക്കും എന്നുള്ളത് കൊണ്ട് അത് ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു എനിക്കൊരു വിഷമമില്ല, ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ഞാൻ ആവശ്യപ്പെട്ടെങ്കിൽ മാത്രമല്ലേ പ്രയാസം വരും. എനിക്ക് ആവശ്യം നിങ്ങൾ തന്നെ എന്നെ അറിയിച്ചു, നിങ്ങൾ തന്നെ ഇല്ല എന്ന് പറയുന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. ഞാൻ ആവശ്യപ്പെട്ടിട്ട് ആണെങ്കിൽ കിട്ടിയില്ലെങ്കിൽ സങ്കടം ഉണ്ടാകും. അങ്ങനെയുള്ള സങ്കടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് രണ്ടും അല്ലാതെ മറ്റൊരു ഇന്നത് വേണം എന്നൊരു ചിന്ത. ഈ ഇന്ത്യൻ പ്രസിഡൻ്റ് ആകണമെന്ന് ഞാൻ തമാശയ്ക്ക് പറഞ്ഞതാണ്. കാരണം 25 വയസ്സ് കഴിഞ്ഞ് ആർക്കും അതിനുള്ള യോഗ്യത വരുന്നുണ്ട്, അത്രയേ ഉള്ളൂ. അപ്പോൾ കർമ്മനിരതനായി ഇനിയും ഒരുപാട് കാലം പ്രവർത്തിക്കാൻ കഴിയട്ടെ, അതിനുള്ള ആരോഗ്യവും ആയുസ്സും ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് ഞാൻ നന്ദി പറയുകയാണ്. എൻ്റെ 4 എപ്പിസോഡുകളിപ്പോൾ ഇവിടെ ഷൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ സുബൈർ സാറിൻ്റെ എല്ലാ എപ്പിസോഡുകളും ഞാനിങ്ങനെ കാണാറുണ്ട്, ഈ യൂട്യൂബിൽ കാണാറുണ്ട്. ടി വിയിലല്ല കാണാറ്, കാരണം പലപ്പോഴും ടി വി കാണാൻ കഴിയാറില്ല. വളരെ ഭംഗി ഉത്തരോത്തരം മെച്ചപ്പെട്ടത് വരുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ചും ചില അനാഥാലയങ്ങളിലും അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയി അതിനൊരു ടോട്ടൽ കവറേജ്, ഒരു ഫേസ് ലിഫ്റ്റും കൊടുക്കുന്ന പ്രോഗ്രാമുകളൊക്കെ വളരെ ടച്ചിങ് ആണ്. അപ്പോൾ അതിന് പ്രത്യേകം അതിനാണ് ഞാൻ അഭിനന്ദിക്കുന്നത്. ദീപുവിനും ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. വലിയ പങ്ക് വഹിക്കുന്നത് എഡിറ്റ് ചെയ്ത പ്രോഗ്രാംസ് കണ്ടപ്പോൾ ദീപുവിൻ്റെ മികവ് എനിക്കത് മനസ്സിലായി. എന്ന് മാത്രമല്ല, ഞാൻ വേറെ ചില ഇത് സംബന്ധിച്ച് പ്രവർത്തിക്കുന്ന ആളുകളോട് ദീപുവിൻ്റെ നമ്പർ ഞാൻ തരാം, ദീപുവിനെ കോൺടാക്ട് ചെയ്യണമെന്ന് പറയുകയുണ്ടായി. ഞങ്ങൾ ഒരേ മനസ്സോടുകൂടി പ്രവർത്തിക്കുന്ന ഈ കാര്യത്തിൽ എനിക്ക് ആവശ്യമായ നിർദ്ദേശങ്ങൾ പോലും അദ്ദേഹമാണ്. ഒരുപാട് പരിചയമുള്ള സമ്പത്തുള്ള ആളാണല്ലോ ഈ രംഗത്ത്, മീഡിയ രംഗത്ത് ഒരുപാട് കാലമായിട്ട് പരിചയ സമ്പത്ത്. അപ്പം അങ്ങനെ ഞങ്ങളങ്ങനെ ഒരു ഇതായിട്ട് അങ്ങനെ പോകണം. എന്തായാലും നന്ദി സാർ. ഓക്കെ.